എൻ്റെ പൊന്നെ. ഹലോ യൂട്യൂബ്, വെൽക്കം ടു അദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് നമ്മുടെ കൊച്ചിയിലുള്ള അൾട്രാ വയലറ്റിന്റെ ഷോറൂമിലാണ്. ഇന്ന് നമ്മൾ റിവ്യൂ എടുത്തേക്കുന്ന വണ്ടി അവരുടെ അൾട്രാ വയലറ്റ് F77 സൂപ്പർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി ഇറങ്ങിയിട്ട് കുറച്ചായി, ബട്ട് നമുക്കിപ്പോഴാണ് വണ്ടി സെറ്റായി വന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ F77 നോർമലിൻ്റെ ചെയ്തിട്ടുണ്ട്, മാക്ടൂവിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഇസ് ഹെവിലി ബേസ്ഡ് ഓൺ മാക്ടൂ തന്നെയാണ്. പിന്നെ എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നൗ നമുക്കിവിടെ ഒരു ട്രഡീഷണൽ ഹാൻഡിൽ ബാർ കിട്ടുന്നുണ്ട്. പ്രീവിയസ്ലി ആ ഒരു ക്ലിപ്പ് ഓൺ ആയിരുന്നു, ലോസെറ്റ് ക്ലിപ്പ് ഓൺ. അത് പലർക്കും ഇഷ്ടമായില്ല, കാരണം ഇങ്ങനെയുള്ള അർബൻ ജംഗിളിലൊക്കെ അത് ഓടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഷോൾഡറിലും കയ്യിലും ബ്രസ്റ്റിലൊക്കെ ഭയങ്കര പെയിൻ ആയിരുന്നു. സോ അത് അൾട്രാ വയലറ്റ് കണ്ടിട്ട് ഇപ്പോൾ ഒരു ട്രഡീഷണൽ ഹാൻഡിൽ ബാർ കൊടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് തന്നെ ഒരു ഫ്രണ്ട് കൗൾ സെക്ഷൻ അവർ റീഡിസൈൻ ചെയ്തു. അവർ പറയുന്നത് ദിസ് ഈസ് മോർ എയറോഡൈനാമിക്കലി എഫിഷ്യൻറ്റ് ആൻഡ് ദി നോർമൽ ആ ക്ലിപ്പ് ഓണിൽ വരുന്നതാണ് അവർ പറയുന്നത്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ഇതിൻ്റെ വിശേഷം പറഞ്ഞുതരാം. അപ്പോൾ അത് കൂടാണ്ട് തന്നെ എന്നോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്താണ് ഈ ഒരു X47 റിവ്യൂ എന്ന് വെച്ചിട്ട്. അതിനേലും പ്രൈസ് കുറവാണ് ഈ ഒരു വണ്ടി, അവരുടെ ഒരു ക്രോസ് ഓവർ വണ്ടി. ബട്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ പിന്നീട് ചെയ്യാം, കാരണം ഒരുപാട് ടെക് ഉണ്ട് ഈ വണ്ടിയിൽ. ഇലക്ട്രോണിക്സ് പരമായിട്ടും അല്ലാണ്ടും ഫീച്ചറുമായിട്ടും ഒരുപാട് ടെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എനിക്ക് ഈ വണ്ടി ഒട്ടും ഫെമിലിയർ അല്ല അറ്റ് ദിസ് പോയിന്റ്. എനിക്കൊരു ബാറ്ററി അറിയാം, അത് മാറ്റി എടുത്ത് കഴിഞ്ഞാൽ സ്പെക്കോ ഫീച്ചറോ കാര്യങ്ങളോ ഇലക്ട്രോണിക്സ് എന്തൊക്കെയാണെന്നുള്ളത് അറ്റ് ദിസ് പോയിന്റ് എനിക്ക് അറിയില്ല. സോ അതൊക്കെ ഞാൻ പഠിച്ചിട്ട് വേറെ ദിവസം ഈ ഒരു X47 വന്ന് ചെയ്യാം. ഇത് എനിക്ക് ഫെമിലിയർ ആണ്. ഞാൻ പറയാൻ കാര്യം, ഞാൻ പറഞ്ഞു ഞാൻ F77 ആ ഒരു ക്ലിപ്പുള്ള വണ്ടി ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അൾട്രാ വയലറ്റ് പേര് എന്താ പറയുക, വളരെ ഫേമസ് ആണ് അറ്റ് ദിസ് പോയിന്റ്. നിങ്ങൾ ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഒരു ബ്രാൻഡ് അറിയാമെന്ന് വിചാരിക്കുന്നു. ബാംഗ്ലൂർ ബേസ്ഡ് ആണ്, നമ്മുടെ ഏതർ പോലെ തന്നെ ബാംഗ്ലൂർ ബേസ്ഡ് ആണ് ഇവരും. ബിഗ് ഷോട്ട്സ് ആണ് ഇതിൻ്റെ ഇൻവെസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. നമ്മുടെ എക്സോറില്ലേ, ഫെറാറിയുടെ ഓണർ, പിന്നെ കോൾക്കോ, നമ്മുടെ ദുൽഖർ സൽമാൻ ഇതിൻ്റെ ഒരു ഏർലി ഇൻവെസ്റ്റർ ആണ്. പിന്നെ എന്താ പറയുക, ടി വി എസ് ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റർ ആണ്. സോ അങ്ങനെ ബിഗ് നെയിംസ് ആണ് ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ട്. സോ ഒരു ചെറിയ ബ്രാൻഡ് അല്ല എന്ന് പറയാനാണ് ഉദ്ദേശിച്ചത്. അതുകൂടാണ്ട് തന്നെ ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് അവരൊരു സൂപ്പർ സ്പോർട്സ് ബൈക്കൊക്കെ ഇറക്കിയായിരുന്നു, ടോപ്പ് സ്പീഡ് റെക്കോർഡൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ദേ ആർ എന്താ പറയുക സീരിയസ് അബൌട്ട് ദിസ് ഗെയിം. ഭയങ്കര പെർഫോമൻസിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ്. പറഞ്ഞല്ലോ, അവർ എല്ലാ വർഷവും നന്നായിട്ട് ഇന്നോവേറ്റ് ചെയ്യുന്നുണ്ട്. മറ്റു ബ്രാൻഡുകൾ പോലെ ഒരു വണ്ടി ഇറങ്ങിയിട്ട് ഉറങ്ങിക്കിടക്കുകയല്ല, അവർ നന്നായിട്ട് ഇന്നോവേറ്റ് ചെയ്യുന്നുണ്ട് ഓവർ ദി ഇയേഴ്സ്. ഇപ്പോൾ കണ്ടല്ലോ F77 തുടങ്ങി, ഇപ്പോൾ സൂപ്പർ സീറ്റ് വന്നു, ഇതേ ഇപ്പോൾ ലാസ്റ്റ് X47 വന്നു. ഫൈറ്റർ ജെറ്റ്സിനൊക്കെ ഇൻസ്പയർഡ് ആണ് ഇവരുടെ പേരൊക്കെ കണ്ടോ, സ്റ്റാൻഡ് ക്ലിയർ, എയർ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ വേരിയൻസ് പറഞ്ഞുതരാം. നമുക്ക് ഈ ആക്ച്വലി ഇവർ F77 സൂപ്പർ സീറ്റും ഒരേ വിലയാണ്. യെസ്, രണ്ട് മോഡലുള്ളൂ രണ്ടിനും. ആകെ ഞാൻ പറഞ്ഞു ഹാൻഡിൽ ബാറിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. വണ്ടി ബേസിക്കലി സെയിം തന്നെയാണ്. ഈവൻ ആ ഒരു ഫുട്പെക്സ് പോലും അവരൊന്ന് അഡ്ജസ്റ്റ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു രണ്ട് വേരിയൻ്റ് ഉണ്ട്. നമുക്കിതിന് സ്റ്റാൻഡേർഡും വരുന്നുണ്ട്, റീകോണും വരുന്നുണ്ട്. നമ്മുടെ ഇരിക്കുന്ന റീകോൺ മോഡലാണ്. എങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ റീകോണിനോട് സ്റ്റിക്കർ ഉണ്ടാവും. അത് കൂടാണ്ട് തന്നെ ഹെവിലി വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി തന്നെയാണ്. യെസ്, സ്റ്റാൻഡേർഡ് നമുക്കൊരു 7.1 kWh ബാറ്ററി കപ്പാസിറ്റി മേറ്റ് ടു ഒരു മോട്ടർ അവിടെ കാണാൻ പറ്റും. ടോർക്ക് കൺവേർട്ടർ ഉണ്ട്, അതിൽ ഓയിൽ ഒഴിക്കണം. യെസ്, നമുക്കിതിൽ ടോർക്ക് കൺവേർട്ടറിൽ ഒരു 100 ml ഗിയർ ഓയിൽ ഒഴിക്കണം. ചെയിൻ ഡ്രിവൻ ആണ്. നമുക്ക് അതിൽ പവർ ഔട്ട്പുട്ട് വരുന്നത് അറൌണ്ട് 27 kW ആണ്, വിച്ച് ഈസ് equivalent to 36 horsepower ആൻഡ് 90 Nm ടോർക്ക്. അങ്ങനെ ഇതിൻ്റെ പെർഫോമൻസ് ഫിഗേഴ്സ് വരുന്നത്. ടോപ്പ് സ്പീഡ് 155 km/h തന്നെയാണ്. അതിൻ്റെ IDC എന്ന് പറയുന്നത് 211 km ആണ് റേഞ്ച് പറയുന്നത്. സോ റിയൽ വേൾഡ് ഒരു 180, 175 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. സോ അതിന് പ്രൈസ് വരുന്നത് നമുക്ക് കൊച്ചിയിൽ 2.99 lakh ആണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ഓൺ റോഡ് വരുന്നത് 3.51 lakh ആണ് ഇതിൻ്റെ, അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് വേരിയന്റിന് കൊച്ചിയിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി നമ്മുടെ ഇരിക്കുന്ന റീകോൺ ആകുമ്പോഴത്തേക്കും ബാറ്ററി വലുതാവും. 7.1 നിന്ന് 10.3 kWh ഉള്ള ബാറ്ററി കപ്പാസിറ്റി ആയിട്ട് മാറും. പവർ ഔട്ട്പുട്ട് കൂടും. 27 kW നിന്ന് 30 kW ആവും, വിച്ച് ഈസ് 40 horsepower. ടോർക്കും കൂടും. 90 നിന്ന് 100 Nm ടോർക്കായിട്ട് കൂടുന്നുണ്ട്. സോ അതിന് കൊച്ചിയിൽ ഓൺ റോഡ് എക്സ് ഷോറും വരുന്നത് 3.99 ആണ്. ഓൺ റോഡ് വിച്ച് ഈസ് അറൌണ്ട് 4.5. രണ്ടിനും എക്സ് ഷോറൂമിലും 50,000 രൂപ അധികം കൊടുക്കേണ്ടി വരും. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിക്ക് 21% ടാക്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് ഈ ആക്ച്വലി 5% ടാക്സ് വരുന്നുള്ളൂ. അതാണ് ഇത്ര വിലക്കുറവ്. നമുക്ക് നമ്മുടെ IC വണ്ടി പോലെ 350cc അബവ് 40% ടാക്സ് അങ്ങനെ സംഭവങ്ങളൊന്നും ഈ വണ്ടിക്ക് ഇല്ല ഇതുവരെ. ഇതിന്റെ വെയിറ്റും വ്യത്യാസമുണ്ട്. നമുക്ക് സ്റ്റാൻഡേർഡ് മോഡലിൽ 197 കിലോ ആണ് ഇരിക്കുന്നത്. നമ്മുടെ ഇരിക്കുന്ന വണ്ടി റീകോണിന് 10 കിലോ അധികം ഉണ്ട്, 207 കിലോ വെയിറ്റ് വരുന്നുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ വേരിയൻസ് വരുന്നത്. പിന്നെ ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ ഇറ്റ്സ് വെരി സെയിം. നിങ്ങൾക്ക് പുറത്തുനിന്ന് ആ ഒരു സ്റ്റിക്കർ മാറ്റി കഴിഞ്ഞാൽ റീകോൺ ആണോ ഒറിജിനൽ ആണോ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ഞാൻ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് കളേഴ്സ് വെച്ചിട്ടാണ്ടോ. നിങ്ങൾക്ക് 3 കളർ പാറ്റേൺ ഉണ്ട്. എയർ സ്ട്രൈക്ക്, കോമ്പാക്ട് ആൻഡ് ഷാഡോ എന്നിങ്ങനെ 3 കളർ പാറ്റേൺ ഉണ്ട്. അതിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. യെല്ലോ, ബ്ലാക്ക്, വൈറ്റ് ആൻഡ് റെഡും കൂടി ഉണ്ട് അകത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് കളർ അനുസരിച്ച് വില വ്യത്യാസമുണ്ട്. ചില കളേഴ്സിന് 15,000 എക്സ്ട്രാ കൊടുക്കണം, ചിലത് 19,000 എക്സ്ട്രാ കൊടുക്കണം. ആക്ച്വലി ഒറിജിനലിലും
റീകോണും ഈ കളർ ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അങ്ങനെ റീകോൺ ഇത്ര കളർ, സ്റ്റാൻഡേർഡ് ഇത്ര കളർ അങ്ങനെയൊന്നുമില്ല. എല്ലാ കളേഴ്സും നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ കംപ്ലീറ്റ് ഒരു വാക്കറൗണ്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു ഫ്രണ്ട് അവർ ഹെവിലി റിവൈസ് ചെയ്തു. അത് കുറച്ചും കൂടി എയറോഡൈനാമിക് ആണ് കമ്പയർ ടു ദാറ്റ് ക്ലിപ്പ് ഓണുള്ള മോഡൽ. കുറച്ചൊന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട്, പൊക്കിയ വെച്ചേക്കണം ഒരു ഹാൻഡിൽ ബാർ റൈസർ വെച്ചിട്ട്. അപ്പോൾ അതൊന്ന് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ഇവർ കുറച്ച് ഡിസൈൻ ഇവിടെയൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ കാണാം LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ. ഇവിടെ DRL വരുന്നുണ്ട്, ഹൈ ബീം, ലോ ബീം ആൻഡ് ഒരു ഫ്രണ്ട് മഡ് ഗാർഡ് കാണാം. ഒരു 41mm USD ഫോർക്ക് ആണ് വിച്ച് ഈസ് അഡ്ജസ്റ്റബിൾ. യു ക്യാൻ സി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. താഴെ നോക്കുവാണെങ്കിൽ നമുക്കൊരു 110 സെക്ഷൻ ടയർ കാണാം. MRFിൻ്റെ ടയറാണ്. സ്റ്റീൽ ബ്രേസ് വിച്ച് മീൻസ് ഇത് റേഡിയൽ ടയറാണ്. നമുക്ക് 110 സെക്ഷൻ ടയർ വരുന്നുണ്ട്. നമുക്ക് ബ്രേക്കിംഗ് ഡ്യൂട്ടീസ് നോക്കാൻ പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഒരു 320mm മാസീവ് ആയിട്ട് ഡിസ്ക് കാണാം. ബൈബ്രയുടെ റേഡിയൽ മൗണ്ട് കാലിപ്പറാണ്, നോർമൽ കാലിപ്പർ അല്ല. കാരണം നമ്മൾ ഡോമിനാർ ഡ്യൂക്കിലൊക്കെ കണ്ടുവന്ന പോലത്തെ ഒരു റേഡിയൽ മൗണ്ട് കാലിപ്പറാണ് ഈ വണ്ടിക്ക് വരുന്നത്. ഗോയിങ് ടു സൈഡ് ഒരു വലിയൊരു ഫെയറിംഗ് കാണാനായിട്ട് പറ്റും. ഒരു 10 kWh ബാറ്ററി കംപ്ലീറ്റ്ലി ഒരു ഫെയറിംഗ് വെച്ച് മൂടിയേക്കാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു അതിനകത്തേക്ക് വീണ്ടും പോകുന്നില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ഫിന്ന് പോലെ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി എയറോഡൈനാമിക് പർപ്പസും ആണ്, പ്ലസ് ഇതൊരു ക്രാഷ് ഗാർഡായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. സോ ക്രാഷ് ഗാർഡൊന്നും ഇതിന് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. കിറ്റൊക്കെ തുളച്ചിട്ട് ഒരു കമ്പിയൊക്കെ വെച്ച് അതിൻ്റെ ബ്യൂട്ടി റൂയിൻ ചെയ്യും. സോ അതിന് പകരമായിട്ട് UV ഇങ്ങനെ ഒരു പീസാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. വെരി നൈസ്. ആൻഡ് ഇതിന് ടാങ്ക് കപ്പാസിറ്റി അല്ല, ഇവിടെ ആക്ച്വലി ബാറ്ററി ആണ് ഇരിക്കുന്നത്. ഇതിന് നമുക്ക് ഒരു ട്രെലസ് ഫ്രെയിമാണ് വരുന്നത്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, KTM ആണ് ഈ വണ്ടിക്ക് ജന്മം നൽകിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും ഇല്ല, ബട്ട് അതാണ് ട്രൂത്ത്. ഈ വണ്ടിയുടെ ഫൗണ്ടേഴ്സ്, അത് യുടെ ഫൗണ്ടേഴ്സ് KTM ഡ്യൂക്കിൻ്റെ, അതായത് ഫസ്റ്റ് ഡ്യൂക്കിൻ്റെ ഷാസിയിലാണ് പണിത് തുടങ്ങിയത്. ഷാസി ട്രെലസ് ഫ്രെയിം കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് ബാറ്ററി കയറ്റി. ഈവൻ KTMൻ്റെ കമ്പോണൻസ് ആയിരുന്നു അവർ ആദ്യം യൂസ് ചെയ്തിരുന്നത്. ഞാൻ എൻ്റെ ഫോട്ടോ ഇട്ട് കാണിച്ചു തരാം. ഒരു പ്രോട്ടോടൈപ്പിലൊക്കെ ഇവർ ആദ്യത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാപ്പബിൾ ബാറ്ററി ആയിരുന്നു. യെസ്, നമുക്ക് ബാറ്ററി മാറ്റിയിട്ട് വേറെ ബാറ്ററി വെക്കാനുള്ള ഇത് അവർ ആദ്യം കൊണ്ടുവന്നായിരുന്നു. ബിൽ ഡ്രോപ്പ് ചെയ്തു, ഇപ്പോൾ ഓൺ ബോർഡ് ബാറ്ററി ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഇതാണ് വണ്ടിയുടെ ഹാൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഹാൻഡിൽ ബാർ റൈസർ വെച്ചിട്ട് ഹാൻഡിൽ പൊക്കിയൊക്കെയാണ്. അത് കൂടാണ്ട് തന്നെ നമ്മുടെ നോർമൽ F77 വെച്ച് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള ഹാൻഡിലാണ് ഈ വണ്ടിക്ക് വരുന്നത്. റൈഡിംഗ് പൊസിഷൻ ഞാൻ കയറിയിട്ട് കാണിച്ചു തരാം. പിന്നെ സീറ്റ്സ് പറഞ്ഞല്ലോ റിയലി നൈസ്. ഇവിടം വരെ ആഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ സീറ്റിംഗ് മെറ്റീരിയൽ RS 200 പോലെ തന്നെയാണ്. കുറച്ചൊന്ന് RS 200 ഇരുന്നവർക്ക് അറിയാം, കുറച്ചൊന്ന് ഹാർഡാണ്, കുറച്ചൊന്ന് സ്റ്റിഫാണ്. ടൂറിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡീഷണൽ എന്തെങ്കിലും ഒരു ജെൽ സീറ്റ് എന്തെങ്കിലും വയ്ക്കുക. പില്ലൻ സീറ്റ് നമ്മുടെ നോർമൽ ഒരു സൂപ്പർ സ്പോർട്സിന് എക്സ്പെക്ട് ചെയ്യുന്ന പോലെ കുറച്ചൊന്ന് സ്റ്റെപ്പ് ആയിട്ടുള്ള സീറ്റാണ് ഇതിന് വരുന്നത്. നമുക്ക് ഇവിടെ ഗ്രാബറിൽ വരുന്നുണ്ട്, അടിയിൽ തന്നെ ബഞ്ചി കോഡ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലഗേജസ് ഒക്കെ ടൈ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. പിന്നെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ട്വിൻ LED ടൈലൈറ്റ് കാണാം. റിയറിൽ കാണാം ഒരു അലുമിനിയം സുങ്ങാം പറഞ്ഞല്ലോ, വളരെ സെക്സി ആയിട്ടുള്ള സുങ്ങാം കേട്ടോ. ബിഗ് ബൈക്സിലൊക്കെ കണ്ടിരുന്ന പോലത്തെ വളരെ മാസീവ് ആയിട്ടുള്ള സുങ്ങാം കാണാനായിട്ട് പറ്റും. ഇതിലും ബൈബ്രയുടെ ബ്രേക്സ് ആണ്. 230mm ഡിസ്ക് ആൻഡ് 150 സെക്ഷൻ ടയർ. ഫ്രാപ്ലോൺ 17-inch വീൽസ്, ഫ്രണ്ട് ബാക്കിൽ 17-inch വീൽസ് ആണ് വരുന്നത്. ഇതും സ്റ്റീൽ ബ്രേക്സ് ആണ്, വിച്ച് മീൻസ് ഇതും റേഡിയൽ ടയർ ആണ്. ഞാൻ പറഞ്ഞു ഇത് സൂപ്പർ സ്പോർട്സ് ആണെങ്കിൽ കൂടെ, സൂപ്പർ സീറ്റ് ആണെങ്കിൽ കൂടെ അവർ ഫുഡ് എക്സ്പോഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. എക്സാക്ട്ലി സെയിം ആണ് നമ്മുടെ പ്രീവിയസ് ഞാൻ പറയുമ്പോഴത്തേക്കും. ഇവിടെ ഒരു ഹഗർ കൊടുത്തിട്ടുണ്ട്. സാരി കാർഡ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ട്രഡീഷണൽ ഗിയർ ലിവറോ കാര്യങ്ങളൊന്നുമില്ല, കാരണം ഓട്ടോമാറ്റിക് മോട്ടോർ സൈക്കിൾ ആണ്. വണ്ടിയുടെ വെയിറ്റ് വരുന്നത് ഞാൻ പറഞ്ഞു ഇത് റീകോൺ മോഡൽ ആയതുകൊണ്ട് തന്നെ 207 കിലോ വെയിറ്റ് വരുന്നുണ്ട്. നമുക്ക് സീറ്റ് ആയിട്ട് വരുന്നത് വെറും 800 mm ആണ്. ഇത് പക്ക പ്ലാനറ്റ് ഫുട്ടാണ്, ബട്ട് ഒരു വെയിറ്റ് നമ്മൾ ഫീൽ ചെയ്യും. ഇവിടെ ഹെവിയാണ്, മിഡ് ഭയങ്കര ഹെവിയാണ്, ടോപ്പ് ഹെവി ആയിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് റൈഡിംഗ് പൊസിഷൻ. ഇങ്ങനെ ഇരുന്നുകൊണ്ടിരുന്നത് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മച്ച് കംഫർട്ടബിൾ, മച്ച് വൈഡർ. പ്രീവിയസ്ലി ഞാൻ റിമാർക്ക് പറഞ്ഞായിരുന്നു ഇതിൻ്റെ മിറേഴ്സ് അത്ര പോരാ എന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോഴും ഞാനത് തന്നെ പറയണം, മിറേഴ്സ് എനിക്ക് ഇവരുടെ മിറേഴ്സ് ഇഷ്ടമല്ല. ബട്ട് അവർ എനിക്ക് തോന്നുന്നു യുവിക്കും കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ പുതിയ എക്സ്പോർട്സിൻ്റെ മിറർ നോക്കി ഇസ് വെരി ഗുഡ് ലുക്കിംഗ്. ആ ഒരു മിറർ ഇതിൽ വെക്കാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിച്ചാൽ പറഞ്ഞത്. സോ നിങ്ങൾ ഈ വണ്ടി മേടിക്കുകയാണെങ്കിൽ പ്ലീസ് ആ മിററിലേക്ക് സ്വാപ്പ് ചെയ്യുക, അത് മച്ച് ബെറ്റർ ആണ്. പിന്നെ സ്വിച്ച് പോകുകയാണെങ്കിൽ നമുക്ക് കൂടെ പാസ് വരുന്നത് ഹൈ ബീം ആൻഡ് കോഷൻ ലാമ്പ് വരുന്നുണ്ട്, നാവിഗേഷൻ, ഇൻഡിക്കേറ്റർ, ഹോണ്. നമുക്കിവിടെ സ്റ്റാർട്ടറും വരുന്നുണ്ട്, പ്ലസ് മോഡ് മാറ്റുന്നത് ഇവിടെ തന്നെയാണ്. യെസ്, നമുക്ക് ഈ വണ്ടിക്ക് 3 മോഡാണ് വരുന്നത്: ഗ്ലൈഡ്, കോമ്പാക്ട് ആൻഡ് ബലസ്റ്റിക്. ഗ്ലൈഡ് നമുക്കൊരു സിറ്റിയിലേക്ക് ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മോസ്റ്റ് റേഞ്ച് വേണമെന്നുള്ളപ്പോഴത്തേക്കും ഗ്ലൈഡിലിട്ട് ഓടിക്കുക. കോമ്പാക്ട് ഇസ് ബാലൻസ് ബിറ്റ്വീൻ പെർഫോമൻസ് ആൻഡ് റേഞ്ച്. ടോപ്പ് സ്പീഡ് പറയാൻ പറ്റുമല്ലേ? നമുക്ക് ഗ്ലൈഡിൽ വണ്ടി 70 കിലോമീറ്റർ വരെ പോകുള്ളൂ ടോപ്പ് സ്പീഡ്. കോമ്പാക്ട് ആകുമ്പോഴത്തേക്കും 120. ഫുൾ പെർഫോമൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ബലസ്റ്റിലേക്ക് ഓടിക്കണം. കീ ഇൻസേർട്ട് വരുന്നത് ടാങ്കിന് നടുക്കാണ്. വണ്ടിക്ക് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, ABS വരുന്നുണ്ട്. നമുക്ക് ABS സ്വിച്ചബിൾ ആണ്. നമുക്ക് റിയറിൽ ABS ഓഫ് ചെയ്തിട്ട് ഓടിക്കാനായിട്ട് പറ്റും. ട്രാക്ഷൻ കൺട്രോൾ 3 ലെവൽസ് ഓഫ് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ ആണെങ്കിൽ ഓഫ് ചെയ്തിട്ട് ഓടിക്കാനായിട്ട് പറ്റും. നമുക്കിവിടെ എഫിഷ്യൻസി കാണാം, സ്പീഡോ കാണാം, മേളിൽ ഓടോ കാണാം, ടൈം കാണാം, പിന്നെ റേഞ്ച്, അതായത് ഗ്ലൈഡ് മോളിലത്തെ റേഞ്ച് ഉണ്ട്. പിന്നെ കോമ്പാക്റ്റിലേക്ക് വരുന്ന കോമ്പാക്റ്റിലത്തെ റേഞ്ച് ഉണ്ട്. പിന്നെ ബാറ്ററി പെർസെൻറ്റേജ് കാണാം. നമുക്കിപ്പോൾ കറൻറ്റ്ലി റീജിയൻ അവൈലബിൾ അല്ല. X എന്ന് പറയുന്നത് എക്സിറ്റ് ആണ്, മറ്റേത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ആൻഡ് O എന്ന് പറയുന്നത് എൻ്റർ ആണ്. അപ്പോൾ O ഞെക്കിയായിട്ടാണ് നമ്മൾ ഓരോരോ ഇതിനകത്തേക്ക് പോകുന്നത്. നമുക്ക് മൈ F77 കാണാം, നാവിഗേറ്റ്, മൈ ട്രിപ്സ്, സെറ്റിംഗ്സ്, കൺട്രോൾ, ഡോക്യുമെൻറ്റ്, ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി ഉണ്ട്, ബാറ്ററിയുടെ ഇത് കാണാം. TPMS ലോക്ക്ഡാണ്, കാരണം TPMS എന്ന് പറയുന്നത് ഈ വണ്ടിക്ക് ആക്സസറി ആണ്. ഓക്കെ,
മൈ F77 എടുത്തു കഴിഞ്ഞാൽ വണ്ടി എന്ത് കളറാണ്, വണ്ടിയുടെ IME നമ്പറൊക്കെയാണ് ദൈവമേ. സിം ഉള്ളതുകൊണ്ട് തന്നെ IME നമ്പർ, അപ്ഡേറ്റ്, സോഫ്റ്റ്വെയർ വേർഷൻ അത് കാണാനായിട്ട് പറ്റും. പിന്നെ നാവിഗേഷൻ ഉണ്ട്, മൈ ട്രിപ്പ്. സെറ്റിങ്സ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് കൂട്ടാം, കുറയ്ക്കാം, സൗണ്ട് ഓഫ് ചെയ്യാം. പിന്നെ ഈ വണ്ടിക്ക് ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ട്, പ്രോക്സിമിറ്റി അലാം സെൻസർ ഉണ്ട്. അതായത് കീ ഓഫ് ചെയ്തിട്ട് ഞാൻ പുറത്ത് പോയി വേറെ ആയാലും എൻ്റെ വണ്ടി കയറി കൈ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി ഒരു അലാമൊക്കെ അടിക്കും. പിന്നെ വണ്ടിക്ക് 2 ഡിസ്പ്ലേ മോഡ് ഉണ്ട്. ഐ മീൻ തീമുണ്ട്, റഡാർ ആൻഡ് പാരലാക്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ബ്രൈറ്റ്നസ്, പിന്നെ നൈറ്റ് മോഡ്, ഡാർക്ക് മോഡ്. പിന്നെ കൺട്രോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പെർഫോമൻസ് ഉണ്ട്. പെർഫോമൻസ് എടുക്കുകയാണെങ്കിൽ ഡ്യുവൽ ചാനൽ ABS ഞാൻ പറഞ്ഞു നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നം ഞാൻ ശ്രദ്ധിച്ചു, വണ്ടി ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോണ്ടല്ലോ, നമ്മൾ സിംഗിൾ ചാനൽ ഇട്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഡ്യുവൽ ചാനലിലേക്ക് റീസ്റ്റോർ ആവുന്നുണ്ട്. പിന്നെ ഡോക്യുമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, നമുക്ക് ഫോൺ ആപ്പ് വരുന്നുണ്ട്, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനഫ് ടോക്കിംഗ്, നമ്മൾ ഒരുപാട് സംസാരിച്ചു. പിന്നെ മേജർ കാര്യം പറയാൻ വിട്ടുപോയി, ഇതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്. യെസ്, നമുക്ക് ഈ വണ്ടിക്ക് സൈഡ് ഇൻഡിക്കേറ്റർ ഉണ്ട്. അതാണ് നമുക്ക് ഈ വണ്ടിക്ക് ആക്ച്വലി 3 ടൈപ്പിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന്, ഈ വണ്ടിയുടെ ഒപ്പം തന്നെ ഒരു സ്റ്റാൻഡേർഡ് ചാർജർ നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് ഏകദേശം 8 മണിക്കൂർ എടുക്കുമെന്നാണ് അറിഞ്ഞത് ഫുൾ ചാർജ് ആവാനായിട്ട്. അത് കൂടാണ്ട് തന്നെ ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാർജർ വരുന്നുണ്ട്, കുറച്ച് ഫാസ്റ്റർ ആയിരിക്കും. അത് ഏകദേശം 5 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവും. പിന്നെ വരുന്നത് ഇതിൻ്റെ ഒരു UV ലിങ്ക് എന്ന് പറഞ്ഞിട്ട് സാധനം വരുന്നുണ്ട്. ഒരു അഡാപ്റ്റർ ആണ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കാർ ചാർജറിൽ കൊണ്ടിട്ട് ഇതുകൊണ്ട് കുത്താനായിട്ട് പറ്റും. ഈ UV ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതൊരു ഓല അങ്ങനെയുള്ള വണ്ടിക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതിന് ഏകദേശം 3000 രൂപ പ്രൈസ് വരുന്നുള്ളൂ. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഒരു ഐഫോൺ ഉണ്ടെന്ന് വരിക 13, അതിനറിയാലോ ലൈറ്റ്നിങ് കേബിൾ വരുന്നത്. ബട്ട് നിങ്ങൾക്ക് ഒരു Type-C പോർട്ടിലേക്ക് കുത്തണം. അപ്പോൾ എന്താ ചെയ്യുക, ലൈറ്റ്നിങ് ടു Type-C അഡാപ്റ്റർ മേടിക്കല്ലേ ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ വരുന്നത് നമുക്ക് സൂപ്പർ നോവ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ചാർജർ ഉണ്ട്, വിച്ച് ഇസ് ബൂസ്റ്റിൻ്റെ സെയിം സ്പീഡാണ്. ഏകദേശം 5 hour കൊണ്ട് ഫുൾ ചാർജ് ആവും. നിങ്ങൾക്ക് ഇപ്പോൾ കറൻറ്റ്ലി കൊച്ചിയിൽ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. സൂൺ തന്നെ 11 ചാർജേഴ്സ് കേരളത്തിൽ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഗ്ലൈഡ് മോഡിൽ എടുക്കുകയാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചിട്ട് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവും. ഇതിൻ്റെ റൈഡിംഗ് പൊസിഷൻ പറയണം, ഈവൻ ദോ ഹാൻഡിലാണെങ്കിൽ കൂടെ ചെറിയൊരു ലീൻ ഫ്രണ്ടിലേക്ക് ഉണ്ട്. ഒരു ഡ്യൂക്കില്ലേ, ശരിക്കും ഡ്യൂക്ക് 390. ഡ്യൂക്ക് 390യുടെ ഒരു റൈഡിംഗ് പൊസിഷൻ തന്നെയാണ് കേട്ടോ. റീജൻ ഇല്ലാത്ത ഒരു ബാഡ് ആയിപ്പോയില്ല. ഞാൻ കാണിച്ചു തരാം റീജൻ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നത്. ശരിക്കും ഭയങ്കര ഇൻട്രൂസീവ് ആണ് റീജൻ എന്ന് പറയുന്നത്. ശരിക്കും നമ്മളെ പിടിച്ച് കെട്ടിയിടും. ഈ ഗ്ലൈഡ് എങ്ങനെ ഇടുന്നു വെച്ച് കഴിഞ്ഞാൽ സ്കൂട്ടറൊക്കെ ഓടിക്കില്ലേ, ഒരു ഏതറൊക്കെ ഓടിക്കില്ലേ, അതുപോലെയാണ്. ഭയങ്കര ലീനിയറാണ്. വാവ്, പിന്നെ തോന്നി എന്താണെന്ന് പറയട്ടെ, നമ്മൾ ഓട്ടോമാറ്റിക്കലി ബൈക്ക് ഓടിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളിവിടെ അറിയാണ്ട് കൈ പോവും. ഇന്ന് യൂസ് ചെയ്യാൻ ടൈം എടുക്കും നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് അടിക്കുകയാണെങ്കിൽ. ബട്ട് ടെസ്റ്റ് ഡ്രൈവ് അടിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഗ്ലൈഡ് മോഡിട്ട് ഓടിക്കാം കേട്ടോ. ഗ്ലൈഡ് മോഡിൽ നിന്ന് പിന്നീട് മറ്റു മോഡിലേക്ക് മാറാം. ഞാൻ ചുമ്മാ ഒരു ആക്സഷൻ കാണിച്ചത്. നമ്മൾ 34 ആണ്. വളരെ പ്രോഗ്രസീവ് ആണ്. ഫുൾ റിങ് ചെയ്ത് പിടിച്ചേക്കുവാണ്. ബട്ട് വളരെ പ്രോഗ്രസീവ് ആയിട്ട് കയറുള്ളൂ. പക്ക ബിഗിനർ ഫ്രണ്ട്ലി ആണ്. സിറ്റിയിൽ ഓടിക്കാൻ ഇത് ധാരാളമാണ്. ഈ ഒരു മോഡുണ്ടല്ലോ, ഗ്ലൈഡ് മോഡ് ഈസ് ഇനഫ് ഞാൻ പറയുള്ളൂ. പിന്നെ ഈ വണ്ടി സൂപ്പർ സീറ്റ് ഓടിച്ചിട്ട് ഫസ്റ്റ് ഇംപ്രഷൻ തോന്നി എന്താണെന്ന് പറയട്ടെ, ഭയങ്കര ഫ്ലിക്കബിൾ ആയിട്ട് തോന്നുന്നുണ്ട് കമ്പയർ ടു ആ ഒരു ക്ലിപ്പോണുള്ള വണ്ടിയിൽ. ദാറ്റ് ഫീൽസ് ഭയങ്കര ഫ്രണ്ട് ഹെവി ആയിട്ട് ഫീൽ ചെയ്തു. ദിസ് ഫീൽസ് എ ലോട്ട് എന്താ പറയുക ഫ്ലിക്കബിൾ കമ്പയർ ടു ദി ക്ലിപ്പോൺ മോഡൽ. പിന്നെ വണ്ടി ത്രോട്ടിൽ കൊടുത്താലും പെട്ടെന്ന് അങ്ങോട്ട് ക്ലോസ് ആവുന്നില്ല. വണ്ടി ഒരു സ്പീഡ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ TVS RTRൽ എനിക്ക് ആദ്യം തോന്നിയ ഒരു പരാതിയായിരുന്നു, ലൈക്ക് നമ്മൾ ഈവൻ ത്രോട്ടിൽ ക്ലോസ് ചെയ്താൽ തന്നെ വണ്ടി കുറച്ചൊന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. ഇതെൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഈ വണ്ടിക്ക് ഒരുപാട് ആഡ് ഓൺസ് വരുന്നുണ്ട് കേട്ടോ ആക്സസറി ആയിട്ട്. ലൈക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു TPMS വണ്ടിക്ക് ആക്സസറി ആണ്, യു ഹാവ് ടു പേ എക്സ്ട്രാ. ഞാൻ ഇന്ന് പറഞ്ഞ ഓൺ റോഡ് പ്രൈസ് ഇല്ലേ, ആ ഒരു 3.5 4.5 അത് സ്റ്റാൻഡേർഡ് ആണ്. ഒരു സാധനം ഇൻക്ലൂഡ് ചെയ്യാണ്ടുള്ള പ്രൈസാണ്. നിങ്ങൾ അഡീഷണൽ സാധനം കളറൊക്കെ ചൂസ് ചെയ്യണമെങ്കിൽ അത് എക്സ് ഷോറൂമിലേക്ക് ആടാവും. നിങ്ങൾക്ക് പുറത്ത് പേ ചെയ്യാൻ പറ്റില്ല, എക്സ് ഷോറൂമിലേക്ക് പ്രൈസ് കൂടുള്ളൂ. ലിവർ ഗാർഡ് വരുന്നുണ്ട്. പിന്നെ വീൽ കവർ ഞാൻ ഓൾറെഡി പറഞ്ഞു. അങ്ങനെ കുറച്ച് കോസ്മെറ്റിക്സും കൂടി വരുന്നുണ്ട്. ഫ്ലൈ സ്ക്രീൻ ഇല്ല, ഇവിടെ കൊണ്ട് ഫ്ലൈ സ്ക്രീൻ വയ്ക്കാനാ. എന്ത് ഫ്ലിക്കബിളാണ് വണ്ടി. 207 കിലോ ഉള്ളത് അറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ സ്പീഡിൽ ചെറുതായിട്ട് ഞാൻ പറഞ്ഞു ഈ ഒരു ബോട്ടം പാർട്ടിൽ നിന്ന് ചെറുതായിട്ട് അറിയുന്നുണ്ട്. അത് മാറ്റി കഴിഞ്ഞാൽ നോ ഫീൽ വെരി ഫണ്ണാണ് ഭയങ്കര. ഷിറ്റ്, നമ്മളിപ്പോൾ ഗ്ലൈഡ് മോഡ് ഇട്ട് കറക്റ്റ് സ്ഥലത്താണ് ഓടിക്കുന്നത്. ഗ്ലൈഡ് മോഡ് ഈസ് സപ്പോസ് ടു ഓവർകം ഓൾ ദിസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ വിച്ച് എന്താ പറയുക സോ ഫാർ ആബ്സല്യൂട്ട്ലി ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞോട്ടോ, ദി എമൗണ്ട് ഓഫ് അറ്റൻഷൻ ദിസ് തിങ് ഗ്രാബ് ഇസ് നട്ട്സ്. നിങ്ങൾക്ക് ക്യാമറ കാണാൻ പറ്റുമെന്നറിയില്ല, ബട്ട് എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കാണാം. നമുക്ക് ഓൺ ദ ഗോ റൈഡ് മോഡ് മാറ്റാൻ പറ്റും നോട്ടെ. യെസ്, ത്രോട്ടിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കോമ്പാക്റ്റിലേക്ക് മാറ്റാം. ലെറ്റ്സ് ഗോ ബാലിസ്റ്റിക്. ഓ ഷിറ്റ്, ഒരു ഡോമിനാർ ലെവൽ ആക്സിലേഷൻ ആണ് കേട്ടോ.
ഇത് ബ്രേക്കിംഗ് ശരിക്കും എനിക്ക് ബാലിസ്റ്റിക് മോഡിൽ കുറച്ച് പ്രോഗ്രസീവായിട്ടാണ് തോന്നണേ. ഓഹോ മാൻ, ദാറ്റ് ഈസ് സീരിയസ് ഫൺ. പിന്നെ സീറ്റ്സിനെ പറ്റി പറയണം, നമ്മൾ എങ്ങനെ ബാക്കിലേക്ക് ഇരുന്നാലും ചെറിയൊരു സ്ലോപ്പിയാണ് സീറ്റ് ഇരിക്കുന്നത്. സോ നമ്മൾ ഊർന്ന് ഫ്രണ്ടിലേക്ക് വരും. ഓഹോ, പറ്റുമെങ്കിൽ ഒരു പുള്ള് കാണിച്ചു തരാവേ. ഇവിടെ അതിനെ വിട്ട് റോഡണം നോട്ടെ. ചെറിയൊരു സൗണ്ട് ഉണ്ട്, അവർ മോട്ടർ വൈൻ ചെയ്യുന്നതിൻ്റെ ഒരു സൗണ്ട് ഉണ്ട്. ചെയിൻ സൗണ്ട് അധികം ഇല്ല കേട്ടോ. Come on, come on! Oh man! Shit! ഇതിന് സർവീസ് കോസ്റ്റ് വരുന്നത് 6 months or 5,000 kilometers ആണ്. സോ വിച്ച് എവർ കംസ് ഏർലിയർ. അങ്ങനെ അതിൻ്റെ സർവീസ് ഇൻ്റർവൽ വരുന്നത് നമുക്ക് 2,500 ആണ് ഇതിന് സർവീസ് കോസ്റ്റ് വരുന്നത്. എന്താണ് ചേഞ്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, വണ്ടിക്ക് ഞാൻ പറഞ്ഞു ഇവർ ചെയിൻ ലൂബ് ചെയ്യും. പിന്നെ ആ ഒരു ഗിയർ ഓയിൽ ഉണ്ടല്ലോ, മോട്ടർ ടോർക്ക് കൺവെർട്ടറിൻ്റെ, അതിൽ ഓയിൽ റീഫിൽ ചെയ്യണം. അപ്പോൾ നിങ്ങളിത് ഏതെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പർപ്പസ് കംപ്ലീറ്റ്ലി സിറ്റിയാണ്. നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടു, ആ ഫൺ മോട്ടോർ സൈക്കിൾ, EV മോട്ടോർ സൈക്കിൾ എന്നുള്ള കൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഐ തിങ്ക് ബേസ് എടുത്താൽ തന്നെ യു ക്യാൻ ഹാവ് സോ മച്ച് ഫൺ. അതല്ല, നിങ്ങൾ ടൂറിങ്ങിൽ നോക്കുന്നുണ്ടെങ്കിൽ ചൂടെടുത്ത് പണ്ടാകും. ജസ്റ്റ് കാണിച്ചു തരാം. ഓ മാൻ, ലുക്ക് അറ്റ് ദാറ്റ്. ഇപ്പോൾ ഗായ്സ് നമുക്കേ വണ്ടീനിപ്പോൾ തിരിച്ചുകൊണ്ടേ കൊടുക്കാം. ഓ, ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്തിട്ട് റിയർ വീല് സ്പിന്നായി അവിടെ.